നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ചവറ കരിത്തറയിൽ കടൽ കയറ്റം. IRE മണൽ ഖനനം നടത്തുന്ന പ്രദേശത്ത് കടൽ കയറ്റം രൂക്ഷം. 3 വീടുകൾ അപകടാവസ്ഥയിൽ. 40 മീറ്ററോളം ഭാഗം കടലെടുത്തു. കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. ശാസ്താംകോട്ട പോരുവഴിയിൽ മരം വീണ് പിക്കപ്പ് വാൻ തകർന്നു. വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. അഞ്ചലിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. സ്ത്രീകൾ ലോകത്തെയും ജീവിതത്തെയും കാണുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വനിതാ ചലച്ചിത്രമേള ഉപകരിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. സിനിമ സാമൂഹിക ചരിത്രത്തിന്റെ ദൃശ്യരേഖയാണെന്നും മന്ത്രി. കൊട്ടാരക്കരയിൽ വനിതാ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തുടക്കം. കാർ കടപ്പുറം വഴി ഓടിക്കാൻ ശ്രമിക്കവേ കാറിന്റെ ടയറുകൾ മണ്ണിൽ താഴ്ന്നു. കൊല്ലം മയ്യനാട് മുക്കം ബീച്ചിലായിരുന്നു സംഭവം. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് സാഹസികത കാണിക്കുന്നതിനിടെയാണ് കാർ ബീച്ചിൽ താഴ്ന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ചവറ കരിത്തറയിൽ കടൽ കയറ്റം. IRE മണൽ ഖനനം നടത്തുന്ന പ്രദേശത്താണ് കടൽ കയറ്റം രൂക്ഷമായിട്ടുള്ളത്. 3 വീടുകൾ അപകടാവസ്ഥയിലാണ്. 40 മീറ്ററോളം ഭാഗത്താണ് കടലെടുത്തത്. ചവറ ഗ്രാമപഞ്ചായത്തിലെ കരിത്തറയിലാണ് കടൽ കയറ്റം രൂക്ഷമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മുതലാണ് കടൽ കയറ്റം ആരംഭിച്ചത്. 3ഓളം വീടുകൾ ഇവിടെ അപകട ഭീഷണിയിലാണ്. ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾ ഉറക്കമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഈ 2 കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു പേടിച്ചാണ് ഇന്നലെ ഞങ്ങൾ മൊത്തം ഇവിടെ ഇരുന്നത്. ഈ രാത്രി ഈ നേതാക്കന്മാർ എല്ലാവരും ഇന്ന് രാവിലെ ആയപ്പോഴാണ് അവരെല്ലാം ഇതറിഞ്ഞു വന്നത്. IREക്കാരും എല്ലാവരും വന്ന് അവിടെ നിന്ന് ജനങ്ങൾക്ക് ചോദിച്ചിട്ട് പോകുന്നതെന്നല്ലാതെ ഞങ്ങൾക്കാരും വന്ന് ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ സന്ധ്യ മുതൽ തന്നെ ഈ നിമിഷം വരെ ഞങ്ങൾ പേടിയിലാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു പോലും ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. കരിത്തറയ്ക്ക് സമീപം IRE മണൽ ഖനനം നടക്കുന്ന പ്രദേശത്തോട് ചേർന്നാണ് കടൽ കയറ്റം ഉണ്ടായത്. 40 മീറ്ററോളം ഭാഗം കടലെടുത്തു. IRE ഈ ഭാഗത്ത് JCB ഉപയോഗിച്ച് മണൽ ഖനനം നടത്തിവരികയാണ്. തീരത്തോട് ചേർന്ന ഭാഗത്ത് കടൽഭിത്തി ഉണ്ടെങ്കിലും ഇത് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സ്ഥിതിയാണ്. സമീപത്തുണ്ടായിരുന്ന ബണ്ട് പൂർണ്ണമായും കടലെടുത്തു. ഇതോടെയാണ് വീടുകൾ അപകട ഭീഷണിയിലായത്. ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് വശത്ത് തിട്ട കെട്ടി വെച്ചിരിക്കുന്നു. തിട്ട കെട്ടി വെച്ചിരുന്ന തിട്ട മണ്ണെടുത്തു ഇപ്പുറത്തോട്ട് കടൽ കയറാൻ തുടങ്ങി. അങ്ങനെയാണ് സംഭവിച്ചത്. ഞങ്ങളൊക്കെ ഞങ്ങൾ 3 വീട്ടുകാരാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഈ പടിഞ്ഞാറ് വശത്ത് ഞങ്ങൾ 3 വീട്ടുകാരല്ലാതെ വേറെ വീട്ടുകാരില്ല. കിഴക്കോട്ടാണ് പിന്നെ താമസക്കാർ. ഈ 3 വീട്ടുകാരെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും സംരക്ഷണം തരണം. ഇല്ല ഞങ്ങൾ കടലിനകത്ത് കിടക്കും. ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ 23 വർഷമായി IREക്ക് കൊടുത്തിട്ട്. ഈ 23 വർഷം കൂടി ഞങ്ങൾ വാടകയ്ക്ക് ഇവിടെ കിടക്കുക. ഞങ്ങൾക്ക് ഇതുവരെ സ്ഥലം തന്നിട്ടില്ല. ഞങ്ങൾ നടന്ന് കുഴഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്ഥലം തരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ MLAയും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. ഇതേ സമയം മണൽച്ചാക്കുകൾ അടുക്കി തിട്ട ബലപ്പെടുത്താമെന്നാണ് IRE അധികൃതർ പറയുന്നത്. എന്നാൽ ഇതിനുള്ള പ്രവൃത്തികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. അപകടാവസ്ഥയിലായ വീട്ടുകാർക്ക് താൽക്കാലിക പുനരധിവാസം ഒരുക്കാമെന്നും IRE അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു. കേരള വിഷൻ, സൗത്ത് വിഷൻ ഉപയോക്താക്കളിലെ വിദ്യാർത്ഥികളിൽ നിന്നും അവാർഡിനായി അപേക്ഷകൾ ക്ഷണിച്ചു. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അവസാന ദിവസം ജൂൺ 2. സൗത്ത് വിഷൻ സ്റ്റുഡന്റ് സ്റ്റാർ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അവാർഡ് നൽകി അനുമോദിക്കുന്നത്.
കേരള വിഷൻ, സൗത്ത് വിഷൻ ഉപഭോക്താക്കളിലെ വിദ്യാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിച്ചത്. അപേക്ഷകൾ ഓൺലൈനായാണ് നൽകേണ്ടത്. അപേക്ഷാ ഫോറം സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തോ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററിൽ നിന്നോ ലഭ്യമാകും. ജൂൺ 2 അവസാന തീയതി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശക്തമായ കാറ്റിനെ തുടർന്ന് കൂറ്റൻ മരം കടപുഴകി വീണു. മരത്തിനടിയിൽപ്പെട്ട് വാഹനം പൂർണ്ണമായി തകർന്നു. ട്രാൻസ്ഫോമറിനും കേടുപാടുകൾ സംഭവിച്ചു. പ്രദേശത്ത് വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലച്ചു. പോരുവഴി വള്ളിത്തുണ്ടിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ശക്തമായ കാറ്റിലാണ് കൂറ്റൻ മരം കടപുഴകി വീണത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് പോരുവഴി വള്ളിത്തുണ്ടിലായിരുന്നു സംഭവം. മരത്തിനടിയിൽപ്പെട്ട വാഹനം പൂർണ്ണമായി തകർന്നു. ട്രാൻസ്ഫോമറിന് കേടുപാടുകൾ സംഭവിച്ചു. ഇതോടെ പ്രദേശത്ത് വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു. റോഡിനും KIP കനാലിനും കുറുകെയാണ് മരം കടപുഴകി വീണത്. സമീപത്തെ കടകളിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും അപായമുണ്ടായില്ല. സമീപത്തുണ്ടായിരുന്ന പിക്കപ്പ് വാനിനും ട്രാൻസ്ഫോമറിനും മുകളിലേക്കാണ് മരം കടപുഴകിയത്. ഇതോടെ വാഹനം പൂർണ്ണമായി തകർന്നു. വൈദ്യുതി കമ്പികൾ പൊട്ടി റോഡിൽ വീണു. KSEB അധികൃതർ എത്തിയാണ് അപകടം ഒഴിവാക്കിയത്. ശാസ്താംകോട്ടയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന യൂണിറ്റാണ് മരം മുറിച്ചു നീക്കിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ശക്തമായ മഴയിൽ കൊല്ലം അഞ്ചലിലും പരിസരത്തും വ്യാപക നാശം. ഇടമുളക്കലിൽ മതിൽ ഇടിഞ്ഞു വീണു. ഇടമുളക്കൽ സ്വദേശി ഷിഹാബുദ്ദീന്റെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത്. ശക്തമായ മഴയിൽ കൊല്ലം അഞ്ചലിലും പരിസരത്തുമാണ് വ്യാപക നാശനഷ്ടമുണ്ടായത്. ഇടമുളക്കലിൽ മതിലിടിഞ്ഞു വീണു. ഇടമുളക്കൽ സ്വദേശി ഷിഹാബുദ്ദീന്റെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത്. ആളപായമില്ല. പുലർച്ചെ 5 മണിയോടെയാണ് മതിൽ ഇടിഞ്ഞു വീണത്. മഴ പ്രദേശത്ത് ശക്തമായി തുടരുകയാണ്. മരശിഖരങ്ങൾ വീണ് പലയിടത്തും വൈദ്യുതി ബന്ധം താറുമാറായി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളവും കയറി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഈ മാസം 31-ന് പോലീസ് സേനയിൽ നിന്നും വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കൊല്ലത്ത് യാത്രയയപ്പ് നൽകി. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് കൊല്ലം സിറ്റിയിലെ ഉദ്യോഗസ്ഥർക്കാണ് യാത്രയയപ്പ് നൽകിയത്. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് കൊല്ലം സിറ്റിയിലെ സബ് ഇൻസ്പെക്ടർമാരായ രാജു C, ശിവജി K, സുനിൽകുമാർ KN, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിനോദ് R എന്നിവർക്കാണ് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകിയത്. കൊല്ലം പോലീസ് ക്ലബ്ബിലായിരുന്നു ചടങ്ങ്. സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് തിരുവനന്തപുരം റേഞ്ച് SP പ്രതാപൻ നായർ ഉദ്ഘാടനം ചെയ്തു. വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് ഉപഹാരം നൽകി. നമ്മൾ ആരും ആക്ഷൻ ഹീറോ ബിജുമാരല്ല. അതൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ. നമുക്കൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ, നമ്മുടെ കോൺസ്റ്റാബിലറിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ മുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഞാൻ ആ കേസ് പിടിച്ചു, ഈ കേസ് പിടിച്ചു എന്ന് അവകാശപ്പെടാൻ പറ്റും. നമ്മുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഓരോരുത്തരുമാണ് ഞാൻ നല്ല രീതിയിൽ ജോലി ചെയ്തു എന്ന എൻ്റെ സംതൃപ്തിയോടുകൂടി പടിയിറങ്ങുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുമാണ് അതിൻ്റെ ഓരോ ഇഷ്ടികയായി പ്രവർത്തിച്ചു. അതുകൊണ്ട് ഇത് ഒരു വിടവാങ്ങൽ ചടങ്ങല്ല, ഇതൊരു താങ്ക്സ് ഗിവിംഗ് ചടങ്ങായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്റെ നന്ദി നിങ്ങളെ അറിയിക്കാം. ഈ മാസം 31-ന് വിരമിക്കുന്ന SP പ്രതാപൻ നായർക്കും കൊല്ലം സിറ്റി ഉപഹാരം സമ്മാനിച്ചു. SSB കൊല്ലം സിറ്റി DYSP അഭിലാഷ് A അധ്യക്ഷത വഹിച്ചു. സബ് ഇൻസ്പെക്ടർമാരായ ശ്രീകുമാർ, രാജേഷ്, സുനിൽകുമാർ CR, വിജിമോൻ, SBI രാജേഷ് R, KPOA കൊല്ലം സിറ്റി ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ, സെക്രട്ടറി ജിജു C നായർ, ജില്ലാ സെക്രട്ടറി വിമൽകുമാർ, കൊല്ലം പോലീസ് സൊസൈറ്റി സെക്രട്ടറി SR ഷിനോദാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്ത്രീകൾ ലോകത്തെയും ജീവിതത്തെയും കാണുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വനിതാ ചലച്ചിത്രമേള ഉപകരിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചിട്ടുള്ള വനിതാ രാജ്യാന്തര ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സിനിമ സാമൂഹിക ചരിത്രത്തിന്റെ ദൃശ്യരേഖയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചരിത്രം ലോകത്തിന് മുന്നിലേക്ക് തുറന്നു വെച്ചത് ചരിത്ര പുസ്തകങ്ങൾ മാത്രമല്ല, സാഹിത്യം ഒരു കാലത്തെ സമഗ്രമായി രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനെ ദൃശ്യവൽക്കരിച്ച് എല്ലാ കാലത്തേക്കും സൂക്ഷിക്കാൻ കെൽപ്പുള്ള തരത്തിൽ അടയാളപ്പെടുത്തുന്നത് ചലച്ചിത്രമാണ്. യന്ത്രവൽക്കരണം എങ്ങനെ മനുഷ്യനെ മാറ്റിമറിച്ചെന്ന ചാപ്ലിൻ മോഡേൺ ടൈംസിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഏതൊരു കാലത്തെയും ദേശം, ഭാഷ, ഭക്ഷണം, മനുഷ്യജീവിതത്തിന്റെ സംഘർഷങ്ങൾ എന്നിവയെ ചലച്ചിത്രം ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നുവെന്നും മന്ത്രി KN ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 25 വരെ കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചിട്ടുള്ള വനിതാ രാജ്യാന്തര ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊട്ടാരക്കരയിലെ സിനിമാ പ്രേമികൾക്ക് മികച്ച തിയേറ്റർ അനുഭവം നൽകുന്നതിന് സിനി കോംപ്ലക്സ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. കൊട്ടാരക്കരയ്ക്ക് സിനിമയുമായി വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് സിനി കോംപ്ലക്സ് കൊട്ടാരക്കരയിൽ വേണം എന്ന ഒരു ആലോചന നടത്തുന്നുണ്ട്. അത് ഏകദേശം സ്ഥലം കണ്ടു. ഞാനിപ്പോൾ നമ്മുടെ വിട്ടുപിരിഞ്ഞ ഷാജിൻ കരുൺ സാറിനെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. അദ്ദേഹം KSFDCയുടെ ചെയർമാനായിരുന്നു. അദ്ദേഹം വയ്യാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൊട്ടാരക്കരയിൽ വന്നിരുന്നൊരു സ്ഥലം നമ്മുടെ ഇവിടെ അടുത്താണ്. ഈ NHന്റെ സൈഡിൽ തന്നെയുള്ള ഒരു 1.5 ഏക്കർ 2 ഏക്കർ സ്ഥലം, 1.5 ഏക്കർ സ്ഥലം നമ്മൾ കണ്ടെത്തി. നമ്മുടെ റവന്യൂ വകുപ്പിൻ്റെയിലാണ്. ആ സ്ഥലത്ത് ഒരു തിയേറ്റർ കോംപ്ലക്സ് പണിയുന്നതിനെ പറ്റി ചർച്ച ചെയ്തു അദ്ദേഹമായിട്ട്. അവിടെ
നമ്മുടെ കൊട്ടാരക്കരയോട് ചേർന്ന് ഒരു സിനിമ സിനി കോംപ്ലക്സ് വരാനുള്ള സ്റ്റെപ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരക്കര മിനർവ തിയേറ്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഉണ്ണികൃഷ്ണമേനോൻ അധ്യക്ഷത വഹിച്ചു. പിന്നണി ഗാനരംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ ഗായിക ലതികയെ മന്ത്രി കെ.എൻ. ബാലഗോപാൽ ആദരിച്ചു. ചലച്ചിത്ര താരം ആർഷ ചാന്ദിനി ബൈജു അതിഥിയായി പങ്കെടുത്തു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാൽ സംവിധായിക വിധു വിൻസെന്റിന് നൽകി നിർവഹിച്ചു. ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗം കുക്കു പരമേശ്വരൻ സംവിധായിക ശിവരഞ്ജനിക്ക് നൽകിയാണ് പ്രകാശനം ചെയ്തത്. സംവിധായിക ശോഭന പടിഞ്ഞാറ്റിൽ, ചലച്ചിത്ര നിർമ്മാതാവും സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ഡയറക്ടറുമായ അനിൽ അമ്പലക്കര, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് യുവതി ജില്ലാ കോർഡിനേറ്റർ മീര എസ് മോഹൻ, ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയി, ഫെസ്റ്റിവൽ കോർഡിനേറ്റർ വി സുദേശൻ എന്നിവർ പങ്കെടുത്തു. പായൽ കപാടിയായുടെ ഓൾ വി ഇമാജിനസ് ലൈറ്റ് ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു. 24 സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് പദ്ധതിയുടെ വിളവെടുപ്പ് നടത്തി. ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലായിരുന്നു കൃഷി. ചാത്തന്നൂർ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് പദ്ധതിയുടെ ഭാഗമായുള്ള വിളവെടുപ്പ് നടത്തിയത്. പാലവിള വാർഡിലെ സർഗം സംഘകൃഷി ഗ്രൂപ്പിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ചന്ദ്രകുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഷൈനി ജോയി അധ്യക്ഷത വഹിച്ചു. വിളവെടുപ്പ് മഹോത്സവത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിന്റെ നടീൽ ഉത്സവത്തെ ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിൽ വളരെ ഗംഭീരമായിട്ടാണ് ഇതിന്റെ നടീൽ ഉത്സവം നടന്നത്. 3 പേർ ചേരുന്ന ഈ ഒരു ഗ്രൂപ്പ് വളരെ ഭംഗിയായിട്ട് മണ്ണുമായി മൽപ്പിടുത്തം നടത്തി അതിനെ വിജയിപ്പിച്ച് അതിൻ്റെ വിളവെടുപ്പ് മഹോത്സവത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വിഷമില്ലാത്ത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അത് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി സർഗം JLG ഗ്രൂപ്പ് നടപ്പിലാക്കുന്ന ഈ ഒരു പ്രയത്നത്തിന് എല്ലാവിധമായ ആശംസകളും. വൈസ് പ്രസിഡന്റ് നിർമ്മല വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി അജയൻ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി സജീവ് കുമാർ, CDS ചെയർപേഴ്സൺ ലൈല, കൃഷി ഓഫീസർ മനോജ് ലൂക്കോസ്, അഗ്രികൾച്ചറൽ CRP സുനി ബോവസ്, ബ്ലോക്ക് കോർഡിനേറ്റർ രാഹുൽ, CDS അക്കൗണ്ടന്റ് ഷീജ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാർ കടപ്പുറം വഴി ഓടിക്കാൻ ശ്രമിക്കവേ കാറിന്റെ ടയറുകൾ മണ്ണിൽ താഴ്ന്നു. കൊല്ലം മയ്യനാട് മുക്കം ബീച്ചിലായിരുന്നു സംഭവം. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് സാഹസികത കാണിക്കുകയായിരുന്നു കാറിലെത്തിയവർ. തിരമാലകളുടെ മുകളിലൂടെ വാഹനം ഓടിക്കാനുള്ള ശ്രമമാണ് കാർ മണ്ണിൽ താഴുവാൻ ഇടയാക്കിയത്. വാഹനത്തിന്റെ 4 ടയറുകളും മണ്ണിൽ താഴ്ന്നു. ഒപ്പം കൂറ്റൻ തിരമാലകളും കാറിലേക്ക് അടിച്ചു കയറി. കൊല്ലം മയ്യനാട് മുക്കം ബീച്ചിൽ കാർ കടപ്പുറം വഴി ഓടിക്കാൻ ശ്രമിക്കവെയാണ് കാറിന്റെ ടയറുകൾ മണ്ണിൽ താഴ്ന്നത്. വാഹനത്തിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഈ സമയം ഇതുവഴി യാത്ര ചെയ്തവർ ഇരവിപുരം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇതിലേക്ക് വഴി വരുമ്പോഴത്തേക്ക് ഞാനും മുക്കം വരെയാണ് പോകാറുള്ളത്. വന്ന വഴിക്കാണെങ്കിൽ ഒരു കാർ ഏതെങ്കിലും നമ്മളെ ഈ നാട്ടിൽ ഏതെങ്കിലും മണ്ടന്മാർ ചെയ്യുന്ന പണിയാണ്. കടലിൽ കൊണ്ട് അങ്ങനെ ഇറക്കും ഒരു മനുഷ്യൻ പോലും ഇറക്കത്തില്ല. ഈ പറയുന്ന ഒരു മനുഷ്യനും ഇറക്കാൻ കൊണ്ടുപോകുന്നു. ഇത്രയും മണ്ടന്മാരായിട്ടില്ല ഈ കാർ കൊണ്ടത് കടലിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഇത്രയും ജനങ്ങളും വന്ന് നോക്കി JCB വലിച്ചു കയറ്റാൻ വലിയ പാടാണ്. കാര്യം എപ്പോഴും വെള്ളം ഇറങ്ങി കയറി ഇരിക്കുന്നിടത്തില്ല. ഇച്ചിരി കൂടെ കരയിലോട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അത് എങ്ങനെയെങ്കിലും പൊക്കാന്ന് വെച്ചില്ല. ഇത് അവർ കൊണ്ടുവന്ന് ഈ ഇറക്കി പാറയുടെ ഇടയിലാണ് കിടക്കുന്നത്. പാറയുടെ ഇടയിൽ മണ്ണും തിര അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു. എന്തോ നമ്മൾ പറയേണ്ടത്. തുടർന്ന് പോലീസും സ്ഥലത്തെത്തി. എന്നാൽ വാഹനം കരയ്ക്ക് കയറ്റുവാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു. ഒടുവിൽ JCB കൊണ്ടുവന്ന വാഹനത്തിൽ കെട്ടിയാണ് ഉയർത്തി കരയിലെത്തിച്ചത്. മയ്യനാട് മുക്കം ബീച്ചിൽ ഇത്തരത്തിലുള്ള സാഹസിക പ്രവർത്തനങ്ങളിൽ പലരും ഏർപ്പെടാറുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് കൊല്ലത്ത് നടന്നു. കൊല്ലം സിറ്റി അഡീഷണൽ SP ജിജി N കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. 2023-25 ബാച്ച് കേഡറ്റ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത്. ആറാമത്തെ പ്ലട്ടൂണിനെ നയിക്കുന്നത് ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു പോകുന്നു. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ, SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, വിമല ഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത്. ക്രിസ്തുരാജ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ ഓരോ സ്കൂളിൽ നിന്നുമുള്ള 2 പ്ലാറ്റൂണുകളാണ് പങ്കെടുത്തത്. കൊല്ലം സിറ്റി അഡീഷണൽ SPയും SPC ജില്ലാ നോഡൽ ഓഫീസറുമായ ജിജി N സല്യൂട്ട് സ്വീകരിച്ചു.
അവരുടെ പഠന രീതിയിൽ അച്ചടക്കം, മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ അച്ചടക്കം, സമൂഹത്തിൽ ഇറങ്ങി എങ്ങനെ പെരുമാറണം, ശരി ഏത് തെറ്റ് ഏത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, ഇനി തങ്ങളെ കൊണ്ട് ഈ രാജ്യത്തിന് എന്താണ് നൽകേണ്ടത് എന്നുള്ള ഒരു തികഞ്ഞ അറിവോടുകൂടിയാണ് ഇവർ വിജയിച്ച് പുറത്തേക്ക് വരുന്നത്, പാസിംഗ് ഔട്ട് ആകുന്നത്. ഈ മക്കൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്തായി ഒരു ശക്തമായ കരമായി മാറാൻ പോവുകയാണ്. നമ്മുടെ രാജ്യത്തിൽ എന്തു തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും, മയക്കുമരുന്നല്ല, കാലാവസ്ഥയുടെ പ്രതികൂലമോ സാമ്പത്തിക ദാരിദ്ര്യമോ എന്തു തന്നെ ഉണ്ടായാലും നമ്മൾ തികഞ്ഞ അച്ചടക്കത്തോടുകൂടി പരിശീലിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായി മാറും. കൊല്ലം ഈസ്റ്റ് ഇൻസ്പെക്ടർ SH അനിൽകുമാർ P, കൗൺസിലർ അഡ്വക്കേറ്റ് AK സവാദ, SPC അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ രാജേഷ് B, ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റോയിസ്റ്റൻ A, പ്രഥമാധ്യാപകൻ സുജിത്ത് ET തുടങ്ങിയവർ പങ്കെടുത്തു. പരേഡിൽ മികച്ച പ്രകടനം നടത്തിയ കേഡറ്റുകളെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ചവറ കരുത്തറയിൽ കടൽ കയറ്റം. IRI മണൽ ഖനനം നടത്തുന്ന പ്രദേശത്ത് കടൽ കയറ്റം രൂക്ഷം. 3 വീടുകൾ അപകടാവസ്ഥയിൽ. 40 മീറ്ററോളം ഭാഗം കടലെടുത്തു. കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. ശാസ്താംകോട്ട പോരുവഴിയിൽ മരം വീണ് പിക്കപ്പ് വാൻ തകർന്നു. വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. അഞ്ചലിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. സ്ത്രീകൾ ലോകത്തെയും ജീവിതത്തെയും കാണുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വനിതാ ചലച്ചിത്രമേള ഉപകരിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. സിനിമ സാമൂഹിക ചരിത്രത്തിന്റെ ദൃശ്യരേഖയാണെന്നും മന്ത്രി. കൊട്ടാരക്കരയിൽ വനിതാ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തുടക്കം. കാർ കടപ്പുറം വഴി ഓടിക്കാൻ ശ്രമിക്കവേ കാറിന്റെ ടയറുകൾ മണ്ണിൽ താഴ്ന്നു. കൊല്ലം മയ്യനാട് മുക്കം ബീച്ചിലായിരുന്നു സംഭവം. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് സാഹസികത കാണിക്കുന്നതിനിടെയാണ് കാർ ബീച്ചിൽ താഴ്ന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.